ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ആന്ധ്ര എഗ് പിക്കിൾ അല്ലെങ്കിൽ ആന്ധ്ര മുട്ട അച്ചാറാണ്. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എന്തിൻ്റെ കൂടെയും കോമ്പിനേഷനായി കഴിക്കാൻ പറ്റുന്നതുമാണ്. ഇതെങ്ങനെയാണ് സിമ്പിളായി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഞാൻ മുട്ട പുഴുങ്ങിയെടുക്കുന്നുണ്ട്. 6 മുട്ടയാണ് വേണ്ടത്. അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഉപ്പ് സ്പ്രെഡ് ചെയ്താൽ നമ്മുടെ മുട്ട പുഴുങ്ങുമ്പോൾ പൊട്ടിപ്പോവില്ല. 10 മിനിറ്റ് വരെ പുഴുങ്ങിയെടുക്കാം. മുട്ട പുഴുങ്ങിയെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പാനിലേക്ക് 5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം. ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെയാണ് നമ്മളിത് ഫ്രൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കളർ മാറിയിട്ടുണ്ട്. ഈ ഒരു കളർ ആകുമ്പോഴേക്കും നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നേരത്തെ തേങ്ങ ഫ്രൈ ചെയ്ത അതേ പാനിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് 1 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ തേങ്ങ ഇട്ട ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ, ജീരകം, ഉലുവ എന്നിവ ഇട്ട അതേ ബൗളിലേക്ക് നമുക്ക് ഈ കാണുന്ന ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഗരം മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇതെല്ലാം ഇട്ട് കൊടുക്കുക. ഞാൻ ഇതെല്ലാം ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു മിക്സിയിലേക്ക് ഇതിട്ടിട്ട് നല്ലോണം ഫൈൻ പൗഡറായി പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നേരത്തെ പുഴുങ്ങാൻ വെച്ച മുട്ട റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുട്ടത്തോട് നമുക്കൊന്ന് പൊളിച്ചെടുക്കണം. ഇതിൽ കാണുന്ന പോലെ എല്ലാ മുട്ടയുടെ തോടും പൊളിച്ചെടുക്കണം. കണ്ടില്ലേ? ഇനി നമുക്ക് ഒരു മുട്ട എടുത്തിട്ട് അതിൻ്റെ മേലെ വീഡിയോയിൽ കാണുന്ന പോലെ കത്തി കൊണ്ട് ലൈൻസ് വരച്ചു കൊടുക്കാം. ഈ ലൈൻസ് വരക്കുന്നത് ഈ മസാല നമ്മുടെ മുട്ടയുടെ ഉള്ളിലേക്ക് കയറാനും ടേസ്റ്റ് കൂടാനുമാണ്. പക്ഷേ ഈ ലൈൻസ് വരക്കുമ്പോൾ ശ്രദ്ധിക്കണം, മുട്ട പൊട്ടിപ്പോവാൻ പാടില്ല. എല്ലാ മുട്ടയിലും ലൈൻ വരച്ചതിന് ശേഷം ഒരു ഡീപ്പ് ഫ്രൈയിങ് പാനിൽ 5 ടേബിൾ സ്പൂൺ എള്ളെണ്ണ അഥവാ ജിഞ്ചലി ഓയിൽ എടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ ലൈൻ വരച്ച് വെച്ച മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരേക്കാണ് ഇത് ഫ്രൈ ചെയ്യേണ്ടത്. ഇത് കംപ്ലീറ്റ്ലി ഫ്രൈ ആയാൽ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് 1 സ്പൂണ് കടു പൊട്ടിക്കാം. എന്നിട്ട് കടു ടപ്പേന്ന് പൊട്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ പൊടിച്ചു വെച്ച മിക്സ്ചർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് വഴന്ന് വരുന്ന സമയം തന്നെ നമുക്ക് ഒരുപാട് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില എത്ര ഇടുന്നോ അത്രയും ഇതിൻ്റെ ടേസ്റ്റ് കൂടും. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. ഈ മുട്ട നിങ്ങൾ എത്രയോ ഓയിലിൽ ഫ്രൈ ചെയ്യുന്നോ അല്ലെങ്കിൽ ഇതിലും നിങ്ങൾ എത്രത്തോളം ഫ്രൈ ചെയ്യുന്നോ അത്രയും ഈ മുട്ടയുടെ ടേസ്റ്റ് കൂടും. അപ്പോൾ ഫ്രൈ ചെയ്തിട്ട് ഇതിൻ്റെ കളർ മാറി എന്ന് പേടിക്കണ്ട, ടേസ്റ്റ് കൂടുകയുള്ളൂ. 2 മിനിറ്റ് വരെ ഫ്രൈ ചെയ്തതിന് ശേഷം ഇത് റെഡിയാണ്. മസാലയൊക്കെ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് 4 ചെറുനാരങ്ങയുടെ നീരാണ്. ഇനി നമുക്കിതിൻ്റെ ജ്യൂസ് എടുക്കാം. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെറുനാരങ്ങയുടെ നീരെടുക്കാറ്. ഇനി നമുക്ക് ഈ ലെമൺ ജ്യൂസ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ടയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഈ മുട്ട നമ്മൾ ഗ്യാസ് സ്റ്റവിൽ നിന്നും ഓഫാക്കിയതാണ്, അത് ഓർമ്മ വേണം. ഇപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആന്ധ്ര മുട്ട അച്ചാർ അല്ലെങ്കിൽ ആന്ധ്ര എഗ് പിക്കിൾ റെഡിയാണ്. വളരെ സിമ്പിൾ ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വായിൽ വെള്ളം വരുന്നുണ്ടാവും. ഇതിൻ്റെ മണം അടിച്ചാൽ തന്നെ മതി, നമുക്കിത് ഫുൾ തിന്ന് തീർക്കാൻ തോന്നും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു എയർ ടൈറ്റായ കണ്ടെയ്നറിൽ ഇട്ട് വെച്ചതിന് ശേഷം 4 ദിവസങ്ങൾക്ക് ശേഷം നിങ്ങളിത് തിന്നുവാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് വർദ്ധിക്കും. നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുണ്ടാക്കിയപ്പോൾ തന്നെ തിന്നാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല.
ഇത് മോശമാവുമെന്ന് പേടിക്കേണ്ട, കാരണം എഗ്ഗ് നല്ലോണം ഫ്രൈ ചെയ്തതാണ്. മാത്രമല്ല ഈ റെസിപ്പിയിൽ ഞാൻ ഒരു തുള്ളി വെള്ളം പോലും ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് മോശമാവാൻ ഒരു ചാൻസും ഇല്ല. അപ്പോൾ ഇത് ചപ്പാത്തി, ചോറ്, അപ്പം എന്നിവയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. എന്തിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.